വരാൽ മൂവി എങ്ങനെയുണ്ട് മൂവി? അത്യാവശ്യം ഒരു പൊളിറ്റിക്സ് ത്രില്ലറാണ്, സസ്പെൻസ്. സ്ഥിരം അരൂപ് മേനോൻ്റെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അത്ര പോരാ, ഒരു ഫൈറ്റ് ഒന്നുമില്ല, ചുമ്മാ ഡയലോഗ് മാത്രം. മൂവി ഒരു സ്ഥിരം ക്ലീഷ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ത്രില്ലറാണോ അതോ അതിന് പുതുമ കൊണ്ടുവന്നിട്ടുണ്ടോ? ചെറിയൊരു പുതുമയുണ്ട്. ടെററിസ്റ്റ് ബന്ധമായിട്ടൊരു സംസാരമുണ്ട്, അങ്ങനത്തെ ഇതുണ്ട്. കണ്ണൻ താമരക്കുളമാണ് ഡയറക്ഷൻ, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെയാണ്, പുള്ളി ഓക്കെയാണ്. ശരി ബ്രോ, വരൽ എങ്ങനെയുണ്ട് മൂവി? വരാൽ കൊള്ളാം. നമ്മൾ പോസ്റ്ററൊക്കെ കാണുമ്പോൾ കൊള്ളുമെന്ന് വിചാരിക്കും, പക്ഷേ BGM സ്റ്റോറിയൊക്കെ ആയിട്ട് രസമുണ്ട്, എൻഗേജ് ആയിരിക്കും. ഒരു പൊളിറ്റിക്കൽ ത്രില്ലല്ലേ മൂവി? അപ്പോൾ അതെങ്ങനെ കഥ വന്നിട്ടുണ്ട്? സ്ഥിരമാണോ അതിന് പുതുമ? വെറൈറ്റി ട്വിസ്റ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? പ്രകാശ് രാജ് ഉണ്ട്, നല്ല കാസ്റ്റൊക്കെ ഇല്ല, അതൊക്കെ എങ്ങനെയാണ് അഭിനയമൊക്കെ? നല്ല കാസ്റ്റ് തന്നെ, നല്ല ആക്ടിംഗ് ഒക്കെ തന്നെ. അനൂപ് മേനോനൊക്കെ കൊള്ളാം. അനൂപ് മേനോൻ എഴുതിയ സിനിമയുണ്ട്, കുറച്ച് അനൂപ് മേനോൻ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്ത പോലെ തോന്നും. കണ്ണൻ താമരക്കുളത്തിൻ്റെ ഡയറക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? മറ്റ് സിനിമ നല്ലതായിട്ട് തന്നെ. മൂവി തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയൊരു മൂവിയാണോ അതോ OTT കണ്ടാലും കുഴപ്പമില്ല. തിയേറ്റർ മൂവി അല്ല, OTT കണ്ടാലും കുഴപ്പമില്ല. താങ്ക് യു. എങ്ങനെയുണ്ട് മൂവി കേട്ടോ? കൊള്ളാം, നല്ല മൂവിയാണ്, കുഴപ്പമില്ല. അനൂപ് മേനോൻ്റെ നല്ല കഥയൊക്കെ ആയിരുന്നു, കുഴപ്പമില്ല. മൂവി ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്, അപ്പോൾ കഥയും ഡയറക്ഷനൊക്കെ എങ്ങനെ വന്നിട്ടുണ്ട്? ഡയറക്ഷനൊക്കെ ഓക്കെയാണ്, കഥയും ഓക്കെയാണ്. നമ്മളൊരു മാസപടമല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പ്രകാശ് രാജൊക്കെ എങ്ങനെ വന്നിട്ടുണ്ട്? പ്രകാശ് രാജ് കൊള്ളാം, കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ നല്ലൊരു പടമാണ് വന്നത്. തിയേറ്ററിൽ മസ്റ്റ് വാച്ചായിട്ടാണ് മൂവി തോന്നിയത്? കുഴപ്പമില്ല, എന്നാലും ആൾ കുറവാണ്, എന്നാലും കാണാം, പൈസ ഒന്നും പോകത്തില്ല, നല്ല മൂവിയാണ്. താങ്ക് യു കേട്ടോ.